അപ്പോൾ നമുക്കിന്ന് കയ്പ്പയ്ക്ക വറുത്ത് കറി ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 3 അത്യാവശ്യം വലിപ്പമുള്ള കയ്പ്പക്കായാണ്. അത് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തിരുമ്പി 1 മണിക്കൂർ വെച്ചതാണ്. പിന്നെ ഈ ചട്ടി വെച്ചിട്ട് ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനത് വറുത്തെടുക്കുകയാണ്. നന്നായി വറുത്തെടുക്കുക. കുറച്ച് നേരം നമ്മളൊന്ന് വറുത്തെടുക്കുക. വല്ലാണ്ട് ഇങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ അല്ല, എന്നാൽ ഒരു വറവ് വരണ പോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വറ്റിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പം അങ്ങനെ എടുത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലുണ്ടായിരുന്ന അതിൻ്റെ കൂടെ കുറച്ചും കൂടി 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ അങ്ങനെ കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 സബോള ഇട്ട് കൊടുക്കാം. 2 സബോള നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കൂട്ടുകറിയാണത്. അപ്പോൾ ഇതിൽ സബോള 2 ആക്കി മൊരിഞ്ഞ് വന്നപ്പോൾ അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടു ഞാൻ. അതുപോലെ തന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്. എനിക്ക് കാണിക്കാൻ പെട്ടെന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു വിധം മൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഇട്ടത് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഇടുമ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി 1 കഷ്ണം, അതുപോലെ പച്ചമുളക് ഒരു 3 എണ്ണം, വെളുത്തുള്ളി ഒരു 10 എണ്ണം ഉണ്ട് കേട്ടോ. അത് അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കും വേണം. വേപ്പില ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ഇടുന്ന മൊരിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഞാൻ ഒരു സ്വല്പം കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു 3-4 വറ്റൽമുളക് കഷ്ണാക്കിയുള്ള ഇട്ട് കൊടുത്ത് അത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെറിയ ഗ്രേവി ഉണ്ടാവുള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. ഇടയ്ക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ആയി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണ് ഗരം മസാല, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഞാനിതിൽ ഇപ്പം ഈ മറ്റേ നമ്മുടെ വറുത്തപ്പോൾ ഞാൻ നന്നായി മുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ടാണ് ഞാനത് വറുത്തെടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരാനായിട്ട് ഒന്ന് മൂടിയിട്ട് ഞാൻ പെട്ടെന്നായി എടുക്കുക. അല്ലെങ്കിൽ ഇളക്കി യോജിപ്പിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ 1 മിനിറ്റായിട്ട് മൂടി വെച്ചാൽ പെട്ടെന്നായി കിട്ടിയുള്ളൂ. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ഇതാവല്ല കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ അതിൽ കൊണ്ട് വാന്ന് പോയിട്ട് ഇങ്ങനെ എണ്ണയിൽ ഒരു ഇതായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് പുളിവെള്ളമാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ സോക്ക് ചെയ്ത് അത് പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കറി വളരെ ടേസ്റ്റി ആയത് നമുക്ക് കിട്ടി. ഇനി ഇതിലൊന്നും കാര്യമായിട്ട് ചേർക്കാനില്ല, ഇത്രമാത്രം മതി. ഇനി ഇതൊന്ന് പറ്റിച്ചിങ്ങനെ എടുക്കണം. നല്ല ടേസ്റ്റ് അതിൻ്റെ ഗ്രേവിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതിന് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ മല്ലിയില ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാൻ മറന്നു. ലേശം ഉപ്പും അതുപോലെ ശർക്കര പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി.
അപ്പോൾ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ.